നമ്മളെന്നും മുട്ട ആംപ്ലേറ്റൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. പണ്ട് അമ്മയൊക്കെ ഉണ്ടാക്കുന്ന രീതിക്ക്. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വറ്റൽമുളക് ചെറുതായിട്ട് കഷണിച്ചത്, ഒരു കറിവേപ്പില അരിഞ്ഞ്, ഇത്തിരി തേങ്ങാപ്പീര, ഇത്തിരി ഉപ്പിടുക. എന്നിട്ടിത് നല്ലപോലെ ഞെവിടാം. പണ്ട് അമ്മയൊക്കെ മുട്ട പൊരിച്ചിരുന്നു. ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഒരു മുട്ട അപ്പമായിട്ടങ്ങ് ചുടും. ഞങ്ങൾക്കെല്ലാം മുറിച്ച് തരും. ഉള്ളിയൊക്കെ നല്ലപോലെ ഞെവിടി നോക്കാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഞാൻ എന്നും മുട്ട ആംപ്ലേറ്റല്ലേ, ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് ഇങ്ങനെ ചെയ്ത. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. പണ്ട് ഇങ്ങനെ ഞങ്ങൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറിന് പൊരിച്ച് തരുന്ന അമ്മ. അടുപ്പ് കത്തിച്ച് പാനങ്ങോട്ട് വെക്കാം. ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എല്ലായിടും ഒന്നാക്കാം. ഇനി മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ഒഴിക്കാം. ഒരു മിക്സ് ഒരൊറ്റ അപ്പമായിട്ട് ചിക്കൻ. നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ മുട്ട പൊരിച്ചത് റെഡിയായി. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലതാണ്. ഇങ്ങനെ മുട്ട പൊരിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഈ വറ്റൽ മുളകും ഒക്കെ ഇട്ട് ഇങ്ങനെ പീസാക്കി ഓരോ പീസ് എടുത്ത് ചോറിൻ്റെ പൊതിക്കകത്ത് വെക്കണം. അത് ഇലയിൽ ചോറുമായിരിക്കണം.